രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ദേ രാവിലെ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നത് കൊണ്ട് മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിന് 4 വശവും മരങ്ങളായതുകൊണ്ട് തന്നെ മുറ്റം തൂക്കാനായിട്ട് ഒരു പഞ്ഞവും ഇല്ല കേട്ടോ. ഒത്തിരി ചവറ് കാണും. കാരമരവും അതുപോലെ ആത്തച്ചക്കയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴും കേട്ടോ. അങ്ങനെ അതെല്ലാം തൂത്തുവാരി തീയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. രാവിലെ കഴിക്കാൻ വേണ്ടി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പുട്ടിന് മാവൊക്കെ നനച്ച് വെക്കത്തില്ലേ, അതുപോലെ തന്നെ ഉപ്പുമാവൊന്ന് റവ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക, ഇളക്കുക, മിക്സാക്കി ഇങ്ങ് എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവോട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലവും വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുഞ്ഞമ്മത്തിയായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ അരപ്പൊക്കെ കൂട്ടി ഇത് കറിക്ക് വേണ്ടിയിട്ട് മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നു. അരപ്പങ്ങ് റെഡിയാക്കി കറി അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് അച്ചാറിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മത്തി അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. മത്തിയൊക്കെ വെട്ടി കഴുകി അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് നമ്മൾ എണ്ണയിലോട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. നല്ല കിലുകിലായിരിക്കണം, അതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. ഇത് പൊടിച്ചാളെ ആയതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. ഞാൻ അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും അതങ്ങ് മാറ്റി നമ്മൾ അടുത്ത ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ അധികം മൂപ്പിക്കാറില്ല കേട്ടോ. വെളുത്തുള്ളി മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പിക്കാം, ഞാൻ മൂപ്പിച്ചിട്ടില്ല. ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പ്, കായം, നമ്മുടെ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ മീൻ തട്ടിക്കൊടുക്കാൻ. മീൻ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബായ്.